ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കോൺവെർസേഷനിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വുഡ് ഹാവ്, കുഡ് ഹാവ്. ആദ്യം നമുക്ക് വുഡ് ഹാവ് നോക്കാം. വുഡ് ഹാവ് ചെയ്യുമായിരുന്നു. നമ്മൾ കോൺവെർസേഷനിൽ ചില സമയത്ത് പറയാറുണ്ട്, ഞാനത് ചെയ്യുമായിരുന്നു. ഞാനത് ചെയ്യുമായിരുന്നു എന്നതിന്റെ അർത്ഥം ആ സമയത്ത് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നതാണ്. അപ്പോ ചെയ്യുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ചെയ്യുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. വുഡ് ഹാവിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, വുഡ് ഹാവ്. ഇനി സെന്റൻസസ് നോക്കാം. സെന്റൻസ് നോക്കി. ഇന്നലെ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. ഇന്നലെ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. വിളിക്കുമായിരുന്നു, അപ്പൊ വിളിച്ചിട്ടില്ല. വുഡ് ഹാവ് വെച്ച് പറഞ്ഞു നോക്കാം. ഐ വുഡ് ഹാവ്. ഐ വുഡ് ഹാവ്. വുഡ് ഹാവിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് എഴുതുന്നത്. സാധാരണ രീതിയിൽ വെർബിനെ നമുക്ക് V1, V2, V3. ഇനി എസ് ഫോമും ING ഫോമും ഉണ്ട്. പ്രധാനമായും V1, V2, V3 എന്ന് പറയാം. ഇതില് V3 ഫോം ആണ് നമ്മൾ വുഡ് ഹാവിന് ശേഷം യൂസ് ചെയ്യുന്നത്. ഇവിടെ വിളിക്കുമായിരുന്നു, വിളിക്കുക എന്നതിന് നമുക്ക് കോൾ എന്ന വെർബ് യൂസ് ചെയ്യാം. കോളിന്റെ V2 കോൾഡ്. V3 കോൾഡ് തന്നെയാണ്, ഇവിടെ മാറ്റമൊന്നുമില്ല. ഐ വുഡ് ഹാവ് കോൾഡ് യു. ഇന്നലെ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു എന്നാണ് അല്ലെ. അപ്പൊ കോൾഡ് യു യെസ്റ്റർഡേ. ഇന്നലെ എന്നതിന് നമുക്ക് യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയാം. ഐ വുഡ് ഹാവ് കോൾഡ് യു യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. കണ്ടോ, വുഡ് ഹാവിന്റെ അർത്ഥം എന്താണ്? ചെയ്യുമായിരുന്നു, എന്നാൽ ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിലാണ്. ഇന്നലെ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് കോൾഡ് യു യെസ്റ്റർഡേ. ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ പോയിന്റ് ഉള്ളൂ. വുഡ് ഹാവിന് ശേഷം വരുന്ന വെർബ് ഏതാണോ അതിന്റെ മൂന്നാമത്തെ രൂപം V3 ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അടുത്ത സെന്റൻസ് നോക്കാം. അടുത്ത സെന്റൻസ്, ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു. ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു. ഐ വുഡ് ഹാവ്. ഐ വുഡ് ഹാവ് ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാം അല്ലെ. ഐ വുഡ് ഹാവ് പോവുക, അതിന് നമുക്ക് go, went, V3 gone എന്നതാണ്. go, went, gone. അപ്പോ I would have gone to a party അല്ല, നമ്മൾ സ്പെസിഫൈ ചെയ്താണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ the party. the party. I would have gone to the party. ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു. I would have gone to the party. ഞാനത് ചെയ്തു തീർക്കുമായിരുന്നു. ഞാനത് ചെയ്തു തീർക്കുമായിരുന്നു. അപ്പോ I would have അല്ലെ. തീർക്കുക, ചെയ്ത് തീർക്കുക. ചെയ്യുക എന്നതിന് do എന്ന വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. do എന്നതിന്റെ V3 എന്ന് പറയുന്നത് done എന്ന വേർഡാണ്. done. ഇനി നമുക്ക് എഴുതി നോക്കാം. I would have. I would have done it. I would have done it. ഞാനത് ചെയ്തു തീർക്കുമായിരുന്നു. I would have done it. ഒരു സെന്റൻസ് കൂടി നോക്കാം. ഞാൻ ആ എക്സാം ജയിക്കുമായിരുന്നു. ഞാൻ ആ എക്സാം ജയിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് എഴുതാം I would have. I would have passed. ജയിക്കുക എന്നതിന് pass ആണ്. അപ്പോ V3 passed. I would have passed the examination അല്ലെങ്കിൽ exam. I would have passed the exam. ഞാൻ ആ എക്സാം ജയിക്കുമായിരുന്നു. നോക്കി, ഞാൻ ആ ജോലി ഏറ്റെടുക്കുമായിരുന്നു. ഞാൻ ആ ജോലി ഏറ്റെടുക്കുമായിരുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? I would have
എടുക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് ടേക്ക് എന്ന വെർബ് യൂസ് ചെയ്യാം. ഐ വുഡ് ഹാവ് ടേക്കൺ. V3 എന്ന് പറയുന്നത് ടേക്കൺ ആണ്. ഐ വുഡ് ഹാവ് ടേക്കൺ ദാറ്റ് ജോബ് അല്ലെങ്കിൽ ദാറ്റ് വർക്ക്. ഞാൻ ആ ജോലി ഏറ്റെടുക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് ടേക്കൺ ദാറ്റ് ജോബ്. ജോബിന് പകരം വർക്ക് എന്ന് എഴുതിയാലും ഓക്കെ ആണ്. ഐ വുഡ് ഹാവ് ടേക്കൺ ദാറ്റ് ജോബ്. അപ്പോ ചെയ്യുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്തത്? വുഡ് ഹാവ് യൂസ് ചെയ്തത്. അടുത്തത് കുഡ് ഹാവ്. കഴിയുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അയ്യോ ആ കാര്യം ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. സെന്റൻസ് നോക്കിയേ. അവൾക്ക് എന്നോടത് പറയാമായിരുന്നു. അവൾക്ക് എന്നോടത് പറയാമായിരുന്നു. അപ്പൊ ഇവിടെ ഏത് യൂസ് ചെയ്യാം? കുഡ് ഹാവ് യൂസ് ചെയ്യാം. അപ്പൊ കുഡ് ഹാവ് വെച്ച് എഴുതി നോക്കാം. ഷീ കുഡ് ഹാവ്. ഷീ കുഡ് ഹാവ്. കുഡ് ഹാവ് ആണെങ്കിലും വുഡ് ഹാവ് ആണെങ്കിലും കഴിഞ്ഞു വരുന്ന വെർബ് എപ്പോഴും V3യിലായിരിക്കും. പറയുക എന്നതിന് ടെൽ ആണ്, അതിന്റെ V3 ടോൾഡ്. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ. എന്നോടത് പറയാമായിരുന്നു എന്നാണ് അല്ലെ. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ എബൌട്ട് ദാറ്റ്. ഇറ്റ് യൂസ് ചെയ്താലും തെറ്റൊന്നുമില്ല. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ എബൌട്ട് ദാറ്റ്. അവൾക്കത് എന്നോട് പറയാമായിരുന്നു. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ എബൌട്ട് ദാറ്റ്. അടുത്ത സെന്റൻസ് നോക്കാം. അവൾക്ക് നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു. അവൾക്ക് നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് സ്റ്റഡീഡ് അല്ലേ വെർബ് V3. ഷീ കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. അവൾക്ക് നന്നായി പഠിക്കാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു. അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് പെർഫോംഡ് വെൽ. പെർഫോംഡ് വെൽ. അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് പെർഫോംഡ് വെൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വുഡ് ഹാവ് കുഡ് ഹാവിനെ കുറിച്ചായിരുന്നു. ചെയ്യുമായിരുന്നു എന്ന അർത്ഥത്തില് വുഡ് ഹാവ് യൂസ് ചെയ്യാം. കഴിയുമായിരുന്നു എന്ന അർത്ഥത്തില് കുഡ് ഹാവ് യൂസ് ചെയ്യാം. രണ്ടും പാസ്റ്റ് പോസിബിലിറ്റി ആണ് പറയുന്നത് അല്ലെ. കഴിഞ്ഞു പോയൊരു സിറ്റുവേഷനെ കുറിച്ച്. രണ്ടും ഏകദേശം ഒരേ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, എന്നാൽ ചെറിയൊരു വ്യത്യാസത്തോടു കൂടി. കുഡ് ഹാവ് കുറച്ചുകൂടി റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷൻസിലാണ് പറയുന്നത്. എന്നാൽ വുഡ് ഹാവ് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ആ ഒരു അർത്ഥത്തിലാണ് വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.